അമ്പലം നിന്ന് കത്തുകയാണ്. കാട്ടിനകത്ത്. അത് ചെയ്തത് അവിടെയുള്ള ക്രിസ്തു മതത്തിന്റെ ചില പുരോഹിതന്മാരും ചില ക്രിസ്ത്യൻ ക്രിമിനൽസും ചേർന്നിട്ടാണെന്നുള്ളത്. മുസ്ലിങ്ങളല്ല, തൽക്കാലം മുസ്ലിങ്ങൾ നിങ്ങൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇപ്പോഴെന്നല്ല, 50s 1950s മുതൽ ഇതിങ്ങനെ തുടർച്ചയാണിത്. ശബരിമല എപ്പോഴും ഒരു ബന്ധനത്തിലാണ്. അതെന്തുകൊണ്ടാണ്? ആ മൂർത്തിക്ക് ഒന്നല്ലെങ്കിൽ ചെയ്യേണ്ടതല്ലാത്ത എന്താണ് ചെയ്യുന്നത്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മതം നിർഭാഗ്യവശാൽ ക്രിസ്തുമതമാണ്. പ്ലീസ് എൻ്റെ പൊന്നു ക്രിസ്ത്യാനികളെ, ആ ബന്ധനസ്ഥനാക്കി വെച്ചിട്ടുള്ള അയ്യപ്പനൊന്ന് റിലീസ് ചെയ്യണം. 1950 മുതൽ 10-75 കൊല്ലങ്ങളായിട്ട് നിങ്ങൾ അയാൾ അങ്ങനെ ബന്ധനത്തിൽ പിടിച്ചു വെച്ചിരിക്കുക. ശബരിമലയ്ക്ക് ചുറ്റും മാത്രം 138 പള്ളിയാണ്. അതെങ്ങനെ വന്നു? അത്രമാത്രം ക്രിസ്ത്യാനികൾ ഈ കാനന പ്രദേശത്തുണ്ടോ? ഇതിന്റെ പേരാണ് സ്റ്റോക്കിംഗ്. രാമരാജ്യമല്ല ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഒരു രാമനും ഇല്ല, ഒരു വടച്ചോനും ഇല്ല, ഒരു ക്രിസ്താവും ഇല്ല, ഒരു കന്യാ ഒരു 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 മാങ്ങാത്തൊലിയും ഇവിടെ ഇല്ല. ഈ ലോകത്ത് മറ്റൊരു ക്ഷേത്രത്തിലില്ലാത്തൊരു ദുർവിധിയല്ലേ ശബരിമലയ്ക്കുള്ളത്? 1950 സെപ്റ്റംബർ 18 അന്നത്തെ പോറ്റി നട തുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കക്ഷിയും കൊണ്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് അവിടെ കാണുന്നത് അമ്പലം നിന്ന് കത്തുകയാണ്. കാട്ടിനകത്ത്. നോക്കുമ്പോൾ എന്താ വിഗ്രഹം, അന്നത്തെ വുഡനാണ്, അത് ദാരു വിഗ്രഹമാണ്. അത് 7 കഷ്ണങ്ങളായിട്ട് മഴ കൊണ്ട് വെട്ടിപ്പളന്നിട്ടിരിക്കുകയാണ് അല്ലേ. അത് ചെയ്തത് അവിടെയുള്ള ക്രിസ്തു മതത്തിന്റെ ചില പുരോഹിതന്മാരും ചില ക്രിസ്ത്യൻ ക്രിമിനൽസും ചേർന്നിട്ടാണെന്നുള്ളത് അന്നത്തെ DIG കേശവ മേനോൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. അപ്പൊ ക്രിസ്ത്യാനികൾ നിങ്ങളാണ് ഈ പരിപാടി ഒപ്പിച്ചതല്ലേ? ഞാൻ വിചാരിച്ച് ഈ പറഞ്ഞു വരുമ്പോഴേ ഈ മുസ്ലിമിന്റെ തലയിലോട്ട് ഇട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മുസ്ലിങ്ങളല്ല, തൽക്കാലം മുസ്ലിങ്ങൾ നിങ്ങൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. ക്രിസ്ത്യാനികളാണല്ലേ. അപ്പോൾ 1950 അയ്യപ്പന്റെ വിഗ്രഹം തടിച്ച് 7 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടതെന്ന്. ഈ 7 എന്ന് പറഞ്ഞാലും മറ്റേ 7 ദിവസം കൊണ്ട് ദൈവം ഭൂമി പടച്ചു എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്താണെങ്കിലും കൊള്ളാം, എന്താണെങ്കിലും ബാക്കിയോടെ കേട്ടുവെക്കുക. ആ റിപ്പോർട്ട് ഇന്ന് വരെ നമ്മുടെ നിയമസഭ ചർച്ച ചെയ്തിട്ടല്ലോ. അപ്പൊ ശബരിമല എന്തുകൊണ്ട് ശബരിമല ടാർഗറ്റഡ് ആണ്? പൊതുവേ ഒരു കാര്യം പറയാം, ഒരു വിഗ്രഹത്തിൽ നിന്നൊരു സാധനം മോഷ്ടിക്കണമെങ്കിൽ ആ ദേവതയ്ക്ക് ബന്ധനം സംഭവിക്കണം, അല്ലെങ്കിൽ പറ്റില്ല. കള്ളൻ പൊണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് പോലും അവനൊരു പ്രയോഗം നടത്തിയിട്ടാണ്, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് അയ്യപ്പൻ ഇപ്പോൾ ബന്ധനത്തിലാണെന്നാണ്. എന്ന് പറഞ്ഞതിനർത്ഥം ഇപ്പോഴെന്നല്ല, 50s 1950s മുതൽ ഇതിങ്ങനെ തുടർച്ചയാണിത്. ഒരു ദിവസം പോലും അവിടെ ഇടയ്ക്ക് ഒരു എലിവാല് കണ്ടെത്തി ശബരിമല എപ്പോഴും ഒരു ബന്ധനത്തിലാണ്. അതെന്തുകൊണ്ടാണ്? ആ മൂർത്തിക്ക് ഒന്നല്ലെങ്കിൽ ചെയ്യേണ്ടതല്ലാത്ത എന്താണ് ചെയ്യുന്നത്. പ്ലീസ് എൻ്റെ പൊന്നു ക്രിസ്ത്യാനികളെ, ആ ബന്ധനസ്ഥനാക്കി വെച്ചിട്ടുള്ള അയ്യപ്പനൊന്ന് റിലീസ് ചെയ്യണം. 1950 മുതൽ 10-75 കൊല്ലങ്ങളായിട്ട് നിങ്ങൾ അയാൾ അങ്ങനെ ബന്ധനത്തിൽ പിടിച്ചു വെച്ചിരിക്കുക. എൻ്റെ പൊന്നു ക്രിസ്ത്യാനികളെ, അല്ലെങ്കിൽ ക്രിസ്സംഗികളെ, പ്ലീസ് അറ്റ്ലീസ്റ്റ് ഇത്രയും വലിയൊരു മനുഷ്യൻ ചാനലിൽ വന്ന് നിങ്ങളോട് പറയാണ് ബന്ധനത്തിലാണ്, പൂട്ടി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ. ആ ഒരു അയ്യപ്പനെ ഒന്ന് റിലീസ് ചെയ്യണം. ഒന്ന് പോയിക്കോട്ടെ. ഇപ്പം അടുത്താണ് മറ്റേ അയോധ്യയിൽ നിന്ന് മറ്റേ നാട് വിട്ടു പോയിട്ടുള്ള രാമനെ, മുസ്ലിങ്ങൾ നാട് കടത്തിയിട്ടുള്ള രാമനെ പള്ളിപ്പറമ്പിൽ വീണ്ടും നമ്മൾ മോദിജി കൈ പിടിച്ച് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. അധികം വൈകാണ്ട് നമ്മൾ ഈ ശബരിമലയുടെ ചുറ്റുള്ള സകല പള്ളികൾ ഞങ്ങൾ പൊളിക്കും. സകല പള്ളികളും ഞങ്ങൾ പൊളിക്കുകയും ചെയ്യും. എന്നിട്ട് ബന്ധനസ്ഥനാക്കി വെച്ചിട്ടുള്ള അയ്യപ്പനെ ഞങ്ങൾ പുറത്ത് കൊണ്ടുവരും. ഞങ്ങളുടെ മോദിജി കൈ പിടിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ പ്രതിഷ്ഠിക്കും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് എൻ്റെ പൊന്ന് ക്രിസ്ത്യാനികളെ, നിങ്ങളോടാ പറയുന്നത്, നിങ്ങൾ ഇമ്മാതിരി ഊള പരിപാടി കാണിക്കരുത്. 10-75 കൊല്ലമായിട്ട് നിങ്ങൾ പിടിച്ചു വെക്കുക മനുഷ്യനെ. ആരാണ് ഞങ്ങളുടെ ദൈവം? ഇത്രയും വലിയൊരു ദൈവത്തിനെ വെറുതെ കണ്ട് ബന്ധനസ്ഥനാക്കി വെക്കുക. ഞങ്ങളെ ദൈവത്തിന് ശക്തി ഇല്ലായിട്ടൊന്നുമല്ല. നിങ്ങളുടെ ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഞങ്ങളെക്കാൾ വലുതോ അപ്പുറത്തുള്ളതായിട്ടൊന്നുമല്ല. പക്ഷേ ഞങ്ങളുടെ ദൈവം ഒന്നിങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. വേണ്ട, എത്രത്തോളം പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് സംഹാരമൂർത്തിയായിട്ട് ചാടാൻ അറിയായിട്ടൊന്നുമല്ല. പിന്നെ ഞങ്ങൾ സനാതനികളാണല്ലോ. ഞങ്ങൾ ഇന്ത്യയിൽ വലിയ ചെറിയ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ടെക്ക് 2 ആൾക്കാരെ കുത്തിക്കൊല്ലും, ചട്ടിക്കൊല്ലും, തച്ചുകൊല്ലും, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഞങ്ങൾ കാണിക്കാറുള്ളൂ. അതുകൊണ്ട് പിടിച്ചിരിക്കുന്നത് മാത്രമാണ്. ഞങ്ങൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തോട്ട് ചാടും. അപ്പം പിന്നെ വെറുതെ നമ്മൾ തമ്മിൽ എന്തിനാണ് നമ്മൾ മുസ്ലിങ്ങളല്ലേ ടാർഗറ്റ് ചെയ്തത്? അല്ലേ ക്രിസംഗികൾ, മുസ്സംഗികൾ, സംഘികൾ. ഞങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ് ഫസ്റ്റ് ടാർഗറ്റ്. നിങ്ങൾ സെക്കൻഡല്ലേ ഉള്ളൂ. ഞങ്ങൾ ചെറുതായിട്ട് നിങ്ങളുടെ പള്ളി പൊളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിബ് പൊളിക്കുന്നു. നിങ്ങൾ ക്രിസ്മസ് കരോൾ വരുമ്പോൾ ഞങ്ങൾ അടിച്ചു ഓടിക്കുന്നു. ഇത്രക്കല്ലേ ചെയ്തിട്ടുള്ളൂ. ഇനി ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തോട്ട് വരും. ആദ്യം ഞങ്ങൾ മുസ്ലിങ്ങളെ ഒന്ന് അടിച്ചങ്ങോട്ട് ഒതുക്കിയതിന് ശേഷം ഞങ്ങൾ നിങ്ങളെ മേലോട്ട് വരും. അതുവരെ നിങ്ങൾ അയ്യപ്പനെ പിടിച്ച് വെച്ച് കഴിഞ്ഞാലല്ലോ ഭയങ്കര പ്രശ്നം. ഞങ്ങൾ അടിച്ച് പൊളിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഞങ്ങൾ.
എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ അയ്യപ്പനെ പിടിച്ചു വെക്കുക, ബന്ധനസ്ഥനാക്കുക മാത്രമല്ല ചെയ്തത്, സകല പള്ളികളും, അതായത് നിങ്ങൾ ഈ പറഞ്ഞ ശബരിമലയുടെ ചുറ്റും പള്ളികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ്? സ്റ്റോക്ക് ചെയ്യാൻ. ഞങ്ങളുടെ അയ്യപ്പനെ സ്റ്റോക്ക് ചെയ്യാനാന്നാ പറഞ്ഞത്. ആരാ പറഞ്ഞത്? നമ്മുടെ സ്വാമിയാ പറഞ്ഞത്. ബാക്കിയോടെ കേക്ക്, ബാക്കി ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം, വെയിറ്റ്. ശബരിമലയിൽ ഞാൻ കണ്ടിടത്തോളം ഈ വെറുതെ എല്ലാ വിവാദങ്ങളും ഉണ്ടാകുന്നത് അതിലൊരു ഫോക്കസ് ഉണ്ട്. ഞാനതിൻ്റെ മാപ്പ് നോക്കി, ഇപ്പോഴും അങ്ങേക്ക് ഗൂഗിളിൽ നോക്കാം, ഇത് കേൾക്കുന്ന ആർക്കും നോക്കാം. ശബരിമലയ്ക്ക് ചുറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇടവകയ്ക്ക് ഒരു പള്ളി, ഇപ്പോൾ ഓർത്തഡോക്സുകാർക്ക് ഒരു പള്ളി, മലങ്കരക്കാർക്ക് അങ്ങനെയാണല്ലോ. ശബരിമലയ്ക്ക് ചുറ്റും മാത്രം 138 പള്ളിയാണ്. അതെങ്ങനെ വന്നു? അത്രമാത്രം ക്രിസ്ത്യാനികൾ ഈ കാനന പ്രദേശത്തുണ്ടോ? ഇതിൻ്റെ പേരാണ് സ്റ്റോക്കിംഗ്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മതം നിർഭാഗ്യവശാൽ ക്രിസ്തുമതമാണ്. കേട്ടല്ലോ, ഇതിന് പേരാണ് സ്റ്റോക്കിംഗ്. നിങ്ങൾ ഞങ്ങളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ചുറ്റും വന്നിരുന്നിട്ട് കള്ള ബടുവകളെ, കള്ള സംഘി ക്രിസ്ത്യാനികളെ. നിങ്ങൾ നമ്മുടെ അയ്യപ്പനെ പിടിച്ചു വെച്ചവും പോരാ, ബന്ധനസ്ഥനാക്കിയും വരാ, സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. 158 പള്ളിയാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ശബരിമലയ്ക്ക് ചുറ്റും, മൂകാംബികയ്ക്ക് ചുറ്റും. ഞാൻ മനസ്സിലാക്കി, മൂകാംബിക എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ കൂടുതലായി വരുന്നു എന്ന് കണ്ടാൽ, ആ ക്ഷേത്രം ജാതി ഭേദത്തിന് അതീതമാണെന്ന് കണ്ടാൽ, മൂകാംബികയും ശബരിമലയും പ്രത്യേകത ഒരുപോലെയാണ്. ക്രിസ്ത്യാനിക്കും വരാം, പുരത്തിൽ കുഞ്ഞബ്ദുലിക്കും വരാം, യേശുദാസിനും വരാം, ഇളരാജിക്കും വരാം, ആർക്കും വരാം. അയ്യപ്പനും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ ഇവർ ഫോക്കസ് ചെയ്തിട്ട് ചുറ്റും ഇവർ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും. സ്ഥലം വാങ്ങോടെ അവിടെ പള്ളികൾ നിറയും ചുറ്റും. നമ്മൾ അറിയില്ലത് ഇതാണ് ശബരിമല ഉള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സത്യത്തിൽ അയ്യപ്പൻ ഫിസിക്കലിയും ബന്ധനസ്ഥനാണ്. ക്ഷേത്രം അന്ന് അത്രയും ക്രിസ്ത്യാനികളെന്നാ കാട്ടിൽ വന്നാ താമസിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ മരമണ്ടൻ അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മൾ കൊല്ലത്തിൽ ശബരിമല വരുന്ന സമയത്ത് 2-3 ദിവസം വരും. എന്നിട്ട് ശബരിമലയിൽ വന്നിട്ട് നമ്മൾ 18ാം പടിയും കയറും. നമ്മൾ വാവരി സ്വാമിയുടെ അടുത്ത് പോവും. നമ്മൾ അവിടെ എല്ലാ സ്ഥലത്തും പമ്പയിലൊന്ന് കുളിച്ച് നമ്മൾ അവിടെ നിന്നിട്ട് പോവും. പിന്നെ ഈ സ്ഥലത്ത് താമസിക്കുന്ന ജീവിക്കുന്ന ആളുകളെ അവിടുത്തെ കുടിയേറിയിട്ടാണെങ്കിലും മറ്റ് പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളാണ്. അത് നമ്മൾ ഇടയ്ക്ക് മറന്നുകൊണ്ട് നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലും വന്നിട്ട് അപ്പിട്ട് പോകാറുള്ളൂ. അതല്ലാണ്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പള്ളി ഉണ്ടാക്കും, പള്ളിയുടെ അപ്പുറത്ത് പല സാധനങ്ങളും അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കും. അതിന് നിന്റെ ഉച്ചാളി മറ്റേ കിടുങ്ങാമണി വറക്കുന്ന വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പലതും കാണിക്കും, പലതും ഉണ്ടാക്കും. അവിടെ സ്വന്തമായിട്ട് സ്ഥലം പട്ടയം കൊടുത്ത് സ്ഥലമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജീവിക്കും. അവിടെ നിന്റെ ചെറ്റ വർത്താനം പരമനാറി. നീയൊക്കെ വന്നിട്ട് ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടുപ്പിക്കാൻ ഓരോ ചാനലിൽ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചെറ്റ പരമനാറി സംഘി ചാണക വർത്താനം ഉണ്ടല്ലോ, അതങ്ങോട്ട് നിർത്തിയേക്ക്. ഈ പറഞ്ഞ സ്ഥലത്ത് ഇവർ വന്നിരിക്കും, ഇവർ വന്ന് ഉടുക്കും, അവർ വന്ന് പോകും. നിന്റെ അമ്പലത്തിൻ്റെ അകത്തല്ല പള്ളി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആണോ? അല്ല, നിന്റെ അമ്പലത്തിൻ്റെ അകത്തല്ല പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടുത്തെ സ്ഥലങ്ങൾ പൈസ കൊടുത്ത് പട്ടയം കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അമ്മർത്തെ മറ്റേ ആൾ ഉണ്ടാക്കിയാന്ന് വേണ്ടി കാര്യമില്ല. നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചിട്ടാണ് ഈ സ്ഥലങ്ങൾ അവർ കൈയടക്കിയിട്ടില്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരവിടെ സുഖമായിട്ട് ജീവിക്കും. അവിടെ നിന്റെ ഒരു ഊക്കാളിത്തരങ്ങളും നടക്കില്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. രാമരാജ്യമല്ല ഇന്ത്യ എന്ന് പറഞ്ഞ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ രാമനും ഇല്ല, ഒരു വടച്ചോനും ഇല്ല, ഒരു ക്രിസ്താവും ഇല്ല, ഒരു കന്യാ ഒരു മാങ്ങാത്തൊലിയും ഇവിടെ ഇല്ല. ഇവിടെ നീ നിന്റെ മതത്തിൽ വിശ്വസിച്ചോളാ, ക്രിസ്ത്യാനികൾ ജീസസിൽ വിശ്വസിച്ചോളാ, മുസ്ലിങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചോളാ. നിനക്ക് വേണമെങ്കിൽ അയ്യപ്പനെ വിശ്വസിച്ചോ, നിനക്ക് വിഷ്ണുവിനെ വിശ്വസിച്ചോ, നിനക്ക് രാമനെ സീതനെ ആരെ വേണമെങ്കിലും വിശ്വസിച്ചോ. നിന്റെ സ്ഥലത്ത് വന്ന് നിന്റെ അമ്പലത്തിലാണ് ഇവർ പള്ളി ഉണ്ടാക്കിയെങ്കിൽ നിനക്ക് സംസാരിക്കാം. അതല്ലാണ്ട് ശബരിമലയ്ക്ക് ചുറ്റും ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് വിചാരിച്ച് നിനക്ക് അവിടെ ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല. ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടെങ്കിൽ, അവർക്ക് പട്ടയം ഉണ്ടെങ്കിൽ, അവർക്ക് അടിയാധാരം ഉണ്ടെങ്കിൽ, അവരവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ജീവിക്കും. അവിടെ നിന്ന് ഒരു മുസ്ലിം ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സ്വന്തം കയ്യേറിയ സ്ഥലമാണ്, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ സ്ഥലമാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്ഥലമാണെങ്കിൽ ഓക്കെ, നീയോ നിന്റെ സർക്കാർ ആര് വേണമെങ്കിലും അവിടെ നിന്ന് ഇവരെ ആട്ടി ഓടിച്ചു. അതല്ലെങ്കിൽ അവരവിടെ സുഖമായിട്ട് ജീവിക്കും. നിനക്കൊന്നും നിന്റെ മൂത്രം പോലും അവിടെ ഒഴിക്കാൻ പറ്റില്ല. നീ ഒഴിച്ചോ, നീ വേണമെങ്കിൽ ശബരിമലയിൽ നീ മൂത്രം ഒഴിച്ചോ, നീ അവിടെ പമ്പയിൽ നീ മൂത്രം ഒഴിച്ചോ, നീ എവിടെ വേണമെങ്കിലും ഒഴിച്ചോ. ക്രിസ്ത്യാനികളുടെ സ്ഥലത്തോ മുസ്ലിങ്ങളുടെ സ്ഥലത്തോ അല്ലെങ്കിൽ സകല സനാതന ധർമ്മത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുവിൻ്റെ സ്ഥലത്തോ നിനക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പരമസംഘി. നീയൊക്കെ കൂടി ഈ നാട്ടിലെ ഈ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ആളുകളെ തമ്മിലടുപ്പിക്കാൻ നീയൊക്കെ നിന്റെ മനസ്സിലോട്ട് കുത്തിക്കയറ്റുന്ന ചെറ്റ വർത്താനങ്ങളുണ്ടല്ലോ. ഇവൻ്റെ മുമ്പ് ഞാൻ അതായത് യേശു പോലും ഒരു ദൈവപുത്രനല്ല. യേശു
ഭയങ്കര മോശമാണെന്നും പറഞ്ഞ് ഇവന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം തോന്നുന്നു ഇവൻ്റെ ഈ വീഡിയോ ഞാൻ ഇവൻ്റെ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർ അതിനെ റെസ്പോണ്ട് ചെയ്തിരുന്നു എനിക്ക് ആ വീഡിയോക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ മനസ്സിലാക്കി, ഇത്തരത്തിലുള്ള സംഘികൾ, ഇത്തരത്തിലുള്ള സംഘ ചാനലുകളിൽ, സംഘപറിവാണ ചാനലുകളിൽ വന്നിട്ട് ഈ സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുന്ന വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കി ഇവൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത്. ഒന്നും വേണ്ട, ഈ ശബരിമലയുടെ ചുറ്റും എത്ര അമ്പലങ്ങളുണ്ട്, എത്ര അമ്പലങ്ങളുണ്ട്. ഇവൻ 158 പള്ളികളുണ്ടെന്ന് കണക്ക് പറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ ചെറുതും വലുതുമായ അമ്പലങ്ങളും കാവുകളും സർപ്പക്കാവുകളും സകലതും ഈ പറഞ്ഞ ഈ കംപ്ലീറ്റ് സ്ഥലത്തുണ്ട്. ആരെങ്കിലും അതിന് ചോദ്യം ചെയ്യാമെന്നോ? അതൊക്കെ അവരുടെ സ്ഥലത്ത് അവരുടെ സ്വന്തമാക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ പള്ളികൾ അവരുടെ സ്വന്തമാക്കി വെച്ച സ്ഥലങ്ങളാണ്, കയ്യേറിയ സ്ഥലങ്ങളാണ്. നീ വന്ന് പറഞ്ഞോ? അതല്ലാത്ത സ്ഥലങ്ങളിൽ വന്നിട്ട് അവിടെ ഇത്രയും അമ്പലങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പള്ളികളുണ്ട്, അവർ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മരവാണ് വർത്തമാനങ്ങളാണ് നീയൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആളുകളെ തമ്മിൽ അടുപ്പിക്കാൻ. ആളുകൾ ഇത് കേൾക്കുമ്പം എന്തിനാടാ ഈ ചാണം മാത്രം തിന്നുന്ന സംഘികളുടെ തലയിലോട്ട് ഇത്തരത്തിലുള്ള വിഷങ്ങൾ നീ കുത്തിവെക്കുന്നത്? നിനക്ക് സുഖം കിട്ടണമെങ്കിൽ വീട്ടിൽ പോയിട്ട് കെട്ടിയോളെ കെട്ടിപ്പിടിച്ച് കിടന്ന് സുഖിക്ക്. അല്ലാണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ തമ്മിലടുപ്പിച്ച് ആവരുത് നിന്റെ സുഖം കണ്ടെത്തല്. അത് നിന്നെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ 10-12 വർഷമായിട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആ ഒരു വൃത്തികെട്ട ചിന്താഗതി മനസ്സിൽ വെക്കുന്ന സർക്കാരുണ്ടല്ലോ, അവരാണ് നിങ്ങളൊക്കെ മനസ്സിലോട്ട് ഇത്രയും വിഷം കുത്തിക്കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലീസ്, കേരളമാണ്, ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും എല്ലാം ഉണ്ട്. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 5-10 വർഷം കൊണ്ട് ഈ ആളുകളെ തമ്മിലെടുപ്പിക്കുന്നത് നിങ്ങൾ. മലപ്പുറത്ത് കുംഭമേള നടത്തുന്നത്, മുസ്ലിങ്ങളാണ് അവിടെ കുലുക്കി സർബത്ത് വെക്കുന്നത്, അതല്ലെങ്കിൽ ജ്യൂസ് വെക്കുന്നത്, ഐസ്ക്രീം വെക്കുന്നത്, മന്തി വരെ അവിടെ വിറ്റിരിക്കും ചിലപ്പോൾ. അവിടെ ഒരു മുസ്ലിമിനും ഹിന്ദുവിനും ഒരു പ്രശ്നവുമില്ല, ക്രിസ്ത്യനും ഒരു പ്രശ്നവുമില്ല. നീയൊക്കെ കൂടെ തമ്മിൽ അടുപ്പിക്കാണ്ടിരുന്നാൽ മതി. മരവാഴ ജന്മങ്ങൾ.